വാട്സാപ്പിൽ ഒരു 3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ വാട്സാപ്പിൽ നിന്നും നമുക്കൊരു മെസ്സേജ് ഒരാളിന് അയക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ പോയി നിൽക്കുകയാണ്, അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് നമ്മുടെ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കണം. ഇതിനായി നമുക്ക് വളരെ ഈസിയായി ആ ഫോൺ നമ്പർ സേവ് ചെയ്യാതെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ വാട്സാപ്പിന്റെ ചാറ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ എവിടെയെങ്കിലും ഒരിടത്തായി കാണും. ആദ്യം അതൊന്ന് കണ്ടുപിടിക്കുക. എൻ്റെ ഫോൺ നമ്പർ ഇവിടെ എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ കാണുവാൻ സാധിക്കും. ഇതുപോലെ ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ അതിലെന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നമുക്കിത് ആദ്യം പിൻ ചെയ്ത് ഏറ്റവും മുകളിലാക്കാം, എളുപ്പത്തിൽ എപ്പോഴും എടുക്കുന്നതിന്. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് മുകളിലുള്ള പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിലായി വരും. തുടർന്ന് നിങ്ങൾ ആ ഒരു ചാറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പർ നിങ്ങൾക്ക് ഏതാണോ അതിവിടെ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന പോലെ പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് ചാറ്റ് വിത്ത് എന്ന് പറഞ്ഞ ആ ഫോൺ നമ്പർ നമുക്ക് കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് ആ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണോ ഒരു ID, അവരുടെ അക്ഷയ സെന്ററിലെ ID ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റേഷൻ കടയിലോ മറ്റൊരു എവിടെയെങ്കിലും ഡോക്യുമെന്റ് കൊടുക്കുന്നതിന് പോകുന്ന സ്ഥലമാണെങ്കിൽ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് തുറന്ന് നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് എംബത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയുള്ള ഗാലറിയിൽ നിന്നോ നിങ്ങളുടെ ഡോക്യുമെന്റിൽ നിന്നോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കത് അവർക്ക് അയച്ചു കൊടുക്കുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഫീച്ചറാണ്. ഇതുപോലെ നിങ്ങൾക്കിത് അയച്ചു കൊടുക്കാൻ സാധിക്കും. അടുത്ത നമ്മൾ നോക്കുന്നത്, നമ്മുടെ ഒരേ വാട്സാപ്പിൽ തന്നെ 2 വാട്സാപ്പുകൾ ആഡ് ചെയ്യുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മുടെ വാട്സാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോകുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഏറ്റവും മുകളിലേക്ക് കാണിച്ചു തരും. ഈ പ്രൊഫൈൽ ഐക്കണിൻ്റെ സൈഡിലായി നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ട ഒരു പ്ലസ് ഐക്കൺ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതുപോലൊരു പ്ലസ് ഐക്കൺ നിങ്ങളുടെ ഇതിലും വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇവിടെ കണ്ടോ ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷനും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ ആഡ് അക്കൗണ്ടിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി നിങ്ങളുടെ പുതിയൊരു നമ്പർ കൂടി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആ നമ്പർ ടൈപ്പ് ചെയ്തെടുത്ത് അലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ വാട്സാപ്പിൽ 2 ഫോൺ നമ്പറിൽ വ്യത്യസ്തമായുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ലേറ്റസ്റ്റ് ഫീച്ചറാണ്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. നമ്മുടെ ഫോണിൽ വാട്സാപ്പ് വഴിയുള്ള വൈറസ് അറ്റാക്കുകളും മറ്റും വരാതിരിക്കാൻ നിങ്ങൾ ഉറപ്പായും ചെയ്തു വയ്ക്കണം. ഇതിനായി നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് ആ 3 ഡോട്ട്സിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി വരുന്ന സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോയതിനു ശേഷം ഇവിടെയായി പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും. ഈ പ്രൈവസിയിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് താഴേക്കായി പോയി കഴിഞ്ഞാൽ അവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ അഡ്വാൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടേക്കാണ് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്നുള്ളത്, പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് എന്നുള്ള 2 എണ്ണവും നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങളുടെ വാട്സാപ്പിൽ നിന്നുള്ള വൈറസുകളും മറ്റും വന്ന് കയറുന്നതിനും നിങ്ങളുടെ IP-യും മറ്റും മറ്റുള്ളവർ കാണുന്നതെല്ലാം ഒഴിവാക്കുന്നതിനായി ഇത് വളരെ സഹായിക്കും. ഈ വാട്സാപ്പിലെ 3 ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർ കൂടി അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ നാളെ കാണാം. നമസ്കാരം.